തിരുവനന്തപുരത്തെ വെള്ളായണി കായലിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ദിവസവും നിരവധി പേരാണ് എത്തുന്നത്. എന്നാൽ ഇവിടെ വേണ്ടത്ര സുരക്ഷാ സൗകര്യങ്ങളില്ല. അടുത്തിടെ 3 വിദ്യാർത്ഥികളുടെ ജീവനാണ് സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം മൂലം കായലിലെ കയത്തിൽ പൊലിഞ്ഞത്. തിരുവനന്തപുരം കോവളം ബീച്ചിലെത്തുന്ന അനേകം വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് ആളുകളാണ് വെള്ളായണി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നത്. വിനോദസഞ്ചാരികളായി എത്തുന്നവരിൽ പലരും കുളിക്കാനിറങ്ങുന്നതും പതിവാണ്. എന്നാൽ ആഴമേറിയ കായലിലെ ചെളിക്കുണ്ടുകളെക്കുറിച്ച് സഞ്ചാരികൾക്ക് അറിയിപ്പ് നൽകാൻ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെയില്ല. അപകട മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് അപകട സൂചനാ ബോർഡുകളോ ലൈഫ് ഗാർഡുകളോ ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു. കുഴി എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. പണ്ട് ഈ മണലെല്ലാം വായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ എവിടെയാണ് കുഴിയുള്ളത് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബോർഡ് വയ്ക്കുന്നത് നല്ലതാണ്. ഈ ഭാഗത്ത് അപകട മേഖലയാണ് എന്നുള്ളൊരു ബോർഡ് സ്ഥാപിക്കുക അത്യാവശ്യമാണ്. പിന്നെ ഒരു ലൈഫ് ഗാർഡിന്റെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. അങ്ങനെയൊന്നും പഞ്ചായത്തിന് മെമ്പറോ അങ്ങനെ ആരും ഒരു സുരക്ഷിതതയില്ല. അവിടെ മണലൊക്കെ ഊറ്റിക്കൊണ്ടിരുന്ന സ്ഥലമാണ്, നല്ല താഴ്ചയുണ്ട്. 4 പേര് വന്നതിൽ ഒരു പയ്യൻ ഇറങ്ങാതിരുന്നുകൊണ്ടാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ അറിയുകയില്ലായിരുന്നു. അങ്ങനെ പയ്യൻ കിടന്ന് വിളിച്ചപ്പോഴാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വന്നത്. ഇതിനു പുറമെ കായൽ തീരത്ത് എത്തുന്നവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നടത്തുന്നതിന് സംവിധാനങ്ങളൊന്നുമില്ല. രാത്രിയായാൽ വേണ്ടത്ര തെരുവുവിളക്കുകൾ ഇല്ലാത്തതിനാൽ കൂരിരുട്ടിലാകും കായൽ തീരം. വീണ്ടും ഒരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് കായൽ തീരത്ത് ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.